അധികാരം ഉപയോഗിച്ച് ഉള്ളടക്കത്തിൽ നിന്നും വിമർശനങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടും കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് നിരന്തരം വേട്ടയാടിയിട്ടും വരുതിയിലാക്കാൻ കഴിയാതെ വന്നപ്പോൾ വളഞ്ഞ വഴിയിലൂടെ അദാനിയെ അധികാര കസേരയിലെത്തിച്ചാണ് ബിജെപി NDTVയെ കീഴ്പ്പെടുത്തിയത്. നീതിയുക്തമായ മാധ്യമ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ സമീപകാലത്ത് ദ വയർ, ന്യൂസ് ക്ലിക്ക്, BBC ഉൾപ്പെടെയുള്ള മാധ്യമ സ്ഥാപനങ്ങൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. BBC ഇന്ത്യയിലെ സംപ്രേഷണം പോലും അവസാനിപ്പിച്ചിരിക്കുന്നു. മോദി സർക്കാർ അധികാരത്തിലെത്തിയിട്ട് 10 വർഷത്തിനിടയിൽ രാജ്യം എല്ലാ മേഖലയിലും പിന്നോട്ടാണ് സഞ്ചരിച്ചത്. അതിലൊന്നാണ് മാധ്യമ സ്വാതന്ത്ര്യ സൂചിക. 180 രാജ്യങ്ങളിൽ 161 സ്ഥാനമാണ് നമ്മുടെ ജനാധിപത്യ രാജ്യത്തിന്. രാജഭരണങ്ങളുടെയും സ്വേച്ഛാധിപത്യ ഭരണങ്ങളുടെയും അത്രയും അടുത്തെത്തിയിരിക്കുന്നു. തൂത്തെറിയപ്പെടുന്ന ജനാധിപത്യ ബോധത്തോടൊപ്പം ലോകം നമ്മളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുകൂടി ഇത്തരം സൂചികകൾ വ്യക്തമാക്കുന്നു. 43 മാധ്യമ സ്ഥാപനങ്ങളാണ് രാജ്യത്ത് അടച്ചുപൂട്ടിയത്. 13 മാധ്യമ പ്രവർത്തകർ ദീർഘകാലമായി തടവറയ്ക്കുള്ളിലാണ്. നിലവിലുള്ള മാധ്യമ സ്ഥാപനങ്ങളാവട്ടെ ഭൂരിഭാഗവും മോദിക്ക് അടിമപ്പെട്ടവയും. രാജ്യത്ത് നിലവിലുള്ള പത്രമാധ്യമങ്ങളിൽ 70-ലേറെയും വരുന്നത് മോദിയുടെ ശതകോടീശ്വര കൂട്ടുകെട്ടിൽ ഒരാളായ മുകേഷ് അംബാനിയുടെ കോർപ്പറേറ്റിന് കീഴിലാണ്. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് എന്ന് പറയുന്നതിനേക്കാൾ ആയിരുന്നു എന്ന് പറയുന്നതാവും ശരി.